സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ. പവിത്രമായ മൃത്യുഞ്ജയത്തിലമ്മയുടെ ഈ തിരുസന്നിധിയില് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള അമ്മമാര്, ക്ഷേത്ര ഭാരവാഹികള്, എല്ലാവർക്കും അമ്മയുടെ തിരുനാമത്തില് നമസ്കാരം. പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുക എന്ന മഹത്കൃത്യത്തിന് എന്നെ നിയോഗിച്ചിട്ടുള്ളത് രണ്ടാം തവണയാണ്. അത് ശ്രീ ഭഗവതിയുടെ ഒരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് അമ്മ നൽകിയ ആ അനുവാദത്തിന് ഏതാനും വാക്കുകളിൽ നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നാം ഇവിടെ ഇന്ന് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണ്. നമ്മുടേതായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉദ്ദീപനത്തിന്റെ ഉയർച്ചയുടേതായ പ്രതീകങ്ങളാണ്. നാം ആരാധിക്കുന്നത് അഗ്നിയെയാണ്. അഗ്നിയുടെ സവിശേഷത എന്നത് അതിനെ ഒരിക്കലും അധോമുഖമായി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അഗ്നി ഒരിക്കലും എന്തൊക്കെ നമ്മൾ പ്രവർത്തിച്ചാലും പ്രയത്നിച്ചാലും താഴേക്ക് പോകില്ല, അത് മുകളിലേക്ക് പോവുകയുള്ളൂ. അഗ്നിയുടെ പ്രത്യേകതയാണ്. ആ അഗ്നിയെയാണ് നമ്മുടെ ദേവനായി ഏത് ക്രിയയിലും ആദ്യം ആരാധിക്കുന്നത്. അഗ്നിയെ സാക്ഷിയാക്കിയാണ്. ആ അഗ്നിയെ സാക്ഷിയാക്കി ആരംഭിക്കുന്ന നമ്മുടെ ക്രിയകളിൽ നമ്മൾ മറ്റൊന്ന് ആഘോഷിക്കാറുണ്ട്, ഉത്സവം. നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റും നാം ഉത്സവം ആഘോഷിക്കുമ്പോൾ ഉത്സവത്തിന്റെ അർത്ഥവും ഇതുതന്നെയാണ്, ഉത്കർഷമാണ്. ഉത്കർഷത്തിൻ്റെതായ കാര്യങ്ങളാണ്. ഉത്സവം എന്നത് ഉയർച്ചയിലേക്ക് നമ്മളിലുള്ളതായ നമ്മൾ പൂജിക്കുന്നതായ ആരാധിക്കുന്നതായ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടേതായ ചൈതന്യത്തെ പൂജാക്രിയകളിലൂടെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന ഉത്കർഷമായ ഉത്സാഹത്തോടു കൂടിയുള്ള ആ പ്രവാഹത്തെ നമ്മൾ ഉത്സവം എന്ന് വിളിക്കുന്നു. അതും ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത്. പൊങ്കാല എന്നുള്ളത് നാം ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. പൊങ്കാലയെടുപ്പിൽ നമ്മൾ എല്ലാവരും പറയും തിളച്ചു തൂങ്ങണം എന്നാണ് പറയുന്നത്. മുകളിലേക്ക് ഇത് തൂങ്ങി വരണം. അപ്പൊ എല്ലാത്തിനെയും ഉയർച്ചയിലേക്ക് എന്ന് സമൂഹത്തെ, സമാജത്തെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രകൃതിക്ക് വിധേയമായിട്ടാണ് ഇത് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. സൃഷ്ടിയുടെ കാലം മുതൽ നാം പരിശോധിച്ചു നോക്കിയാല് നമ്മുടെ എല്ലാ ക്രിയകളും തുടങ്ങുന്നതും അതിന്റെ പ്രവൃത്തികളും ഒക്കെ തന്നെ നമുക്കൊക്കെ കാണാൻ സാധിക്കും. എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കനുസരിച്ചാണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ എല്ലാ ജീവിത വഴികളും, ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും. അതിനു വേണ്ടിയിട്ട് സാക്ഷാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുതൽ ആ നിലയിലാണ് ഓരോ സൃഷ്ടികർമ്മങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. പ്രകൃതിയിലെ മനുഷ്യൻ ഒഴികെയുള്ള സസ്യലതാദികളും ജീവജന്തുക്കളും ഒക്കെ അടങ്ങുന്നതായ ഈ പ്രകൃതിയില് മറ്റെല്ലാ ജീവികൾക്കും മനുഷ്യനുമായുള്ളതായ വ്യത്യാസം
നമ്മൾ ഓരോ പക്ഷികളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ എടുത്ത് പരിശോധിച്ചാല് അതിനെ ഈശ്വരൻ അനുവദിച്ചു കൊടുത്ത, ഈശ്വരൻ നൽകിയതായ ഒരു ജീവിത വ്യവസ്ഥയുണ്ട് ജന്മനാ തന്നെ. ആ ജന്മനാ ലഭിച്ചതായ ജീവിത വ്യവസ്ഥയെ ഒരിക്കലും തെറ്റിക്കാത്തവരാണ് സസ്യങ്ങളും മൃഗങ്ങളും പക്ഷികളും എന്ന് വേണ്ട മനുഷ്യനൊഴികെയുള്ള സർവ്വചരാചരങ്ങൾ. ഒരു പക്ഷി ഏത് വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ട മൃഗമാണെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യമാണെങ്കിലും അത് എങ്ങനെ വളരണം, എങ്ങനെ അതിന്റെ കുട്ടികളെ പരിപാലിക്കണം, എങ്ങനെ അത് പോഷിപ്പിക്കപ്പെടണം, ഇതൊക്കെ ഇതിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഈശ്വരൻ നിശ്ചയിച്ചതായ ആ വഴിയിൽ നിന്ന് ഒരിക്കലും അണുവിട വ്യതിചലിക്കാതെയാണ് അവയുടെയൊക്കെ ജീവിതവും വളർച്ചയും നാശവും എല്ലാം തന്നെ. അതിനർത്ഥം പ്രകൃതിക്ക് വിധേയമായി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രകൃതി തന്നെ നൽകുന്നതായ പാഠം. ഒരു കോഴി മുട്ടയിട്ടാല് അത് ഇത്ര ദിവസം അതിന്റെ മുകളിൽ അടയിരുന്നാൽ കുഞ്ഞുണ്ടാവുമെന്ന കോഴി ആരും പഠിപ്പിക്കണ്ട. ഒരു എരിക്കുന്ന ചെടി അതിന്റെ കായയിൽ നിന്ന് അതിന്റെ അപ്പൂപ്പൻ താടി പുറത്തേക്ക് വരുമ്പോൾ അത് കൃത്യമായി പറന്ന് ഇന്നടത്ത് ഇന്ന ഭാഗത്ത് പോയി വീണാല് അത് ഞാൻ വിത്തായി, അടുത്ത വിത്തായി എനിക്ക് അടുത്ത പരമ്പര ഉണ്ടാവുകയുള്ളൂ എന്ന് ആ എരിക്ക് ചെടിയെ ആരും പഠിപ്പിക്കണ്ട. അപ്പൊ സ്വയമേ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു പട്ടിക്കുട്ടിയെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ നീന്താൻ അതിനെ ആരും പഠിപ്പിച്ചിട്ടില്ല, അത് തനിയെ നീന്തും. അപ്പൊ ഈശ്വരൻ തന്നെ സാക്ഷാൽ പ്രകൃതിയാണ്. ആ പ്രകൃതി അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ എങ്ങനെ ജീവിക്കണം, നീ എങ്ങനെ വളരണം, നീ ആരായി തീരണം, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് പ്രകൃതി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ആ സസ്യജീവി, ആ സർവ്വജന പ്രകൃതി. പക്ഷെ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള വിശേഷ ജ്ഞാനമുള്ളതായ പക്ഷികളും മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന് ദൈവം ഇതൊന്നും കൊടുത്തിട്ടില്ല. ഈ വിശേഷ ജ്ഞാനം മനുഷ്യന് പ്രകൃതി കൊടുത്തിട്ടില്ല. പകരം മനുഷ്യൻ ദൈവം എന്താണ് കൊടുത്തത്, ഈശ്വരൻ എന്താണ് കൊടുത്തത്, പ്രകൃതി എന്താണ് കൊടുത്തത്? മനുഷ്യന് കൊടുത്തത് മനനം ചെയ്യാനുള്ള, വിവേചിച്ചറിയാനുള്ള, തിരിച്ചറിവിനുള്ളതായ കഴിവാണ് കൊടുത്തത്. അപ്പൊ മനുഷ്യന് മാത്രം കൊടുത്ത പ്രത്യേകതയാണ് മനനം ചെയ്യാൻ, ചിന്തിക്കാൻ കൊടുത്ത കഴിവ്. ഇത് ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യന് മാത്രമേ ഈശ്വരൻ. ആ സൃഷ്ടിയാണ് ദൈവം മനുഷ്യന് കൊടുത്തത്. അത് നാം വിനിയോഗിക്കപ്പെടുന്നിടത്താണ്, അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുമ്പോഴാണ് പ്രകൃതിയും മനുഷ്യനുമായി അല്ലെങ്കിൽ ഈശ്വരനുമായിട്ടുള്ളതായ നമ്മുടെ താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് കഴിയുക. ഇതങ്ങനെ കഴിയാതെ വരുമ്പോഴാണ് അത് പ്രകൃതി വിരുദ്ധമാകുന്നത്. പ്രകൃതിക്ക് സഹായകമായിട്ടല്ലാതെ നടക്കുന്ന കാര്യങ്ങളെയാണ് പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ കൽപ്പിച്ചു തന്ന, ഈശ്വരൻ പഠിപ്പിച്ചതായ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ അബദ്ധ സഞ്ചാരം എന്ന് പറയുന്നത്. സഞ്ചരിക്കാൻ ദൈവം നിശ്ചയിച്ചെന്ന വഴി വിട്ടുമാറി പോകുന്നതിനെ അബദ്ധ സഞ്ചാരം എന്ന് പറയും. ഇതൊരിക്കലും മൃഗങ്ങൾ ചെയ്യുന്നില്ല. ഒരു ആഹാരം കൊടുത്താൽ ഒരു പട്ടി, നായ നമ്മുടെ മുമ്പിൽ നിന്ന് വാലാട്ടുന്നതിന് അതിനെ ആരും പഠിപ്പിച്ചില്ല. അത് കാണിക്കും, വാലാട്ടിയിരിക്കും സ്നേഹത്തോടെ പെരുമാറിയാൽ. വയറു നിറച്ച ആഹാരം കഴിച്ചിരിക്കുന്ന ഒരു സിംഹം അത് വയറു നിറയെ ഒരു മാനിനെയോ അല്ലെങ്കിൽ കാട്ടുപോത്തിനെയോ എന്തിനേലും പശുവിനെയോ എന്തിനെയൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്ന സിംഹത്തിന് മുൻപിലേക്ക് വേറെ ഏത് ജീവി കടന്നു ചെന്നാലും സിംഹം അതിനെ ഉപദ്രവിക്കുകയില്ല. കാര്യം അത് അതിന് വയറിന് വിശപ്പിന് വേണ്ടി മാത്രമാണ് ആഹാരം തരുന്നത്. വിശപ്പിന് വേണ്ടി മാത്രമേ മറ്റൊന്നിനെ കൊല്ലുകയുള്ളൂ, രസത്തിന് വേണ്ടി കൊല്ലുകയില്ല. രസത്തിന് വേണ്ടി, തന്റെ സന്തോഷത്തിന് വേണ്ടി മറ്റൊന്നിനെ ഉപദ്രവിക്കുക എന്നുള്ളത് മൃഗങ്ങളോ പക്ഷികളോ അതൊന്നും ചെയ്യാറില്ല, മനുഷ്യൻ മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈശ്വരന്റേതായ വരദാനം കൂടുതലായി ലഭിച്ചിരിക്കുന്നത് ഈ പക്ഷിമൃഗങ്ങൾക്കാണ്. മനുഷ്യനത് സ്വയം ആർജിച്ചെടുക്കണം. ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവന് ദൈവം അല്ലെങ്കിൽ നമ്മൾ ഋഷീശ്വരന്മാരും നമ്മുടെ പൂർവികന്മാര് ചില വ്യവസ്ഥകൾ ക്രിയപ്പെടുത്തി. അതിനെയാണ് നമ്മള് ചതുര്യാശ്രമങ്ങളെന്നും പഞ്ചമഹായജ്ഞങ്ങളെന്നും ഒക്കെ പറഞ്ഞു. ഈ ചതുരാശ്രമങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, 4 ആശ്രമങ്ങൾ. ഈ 4 ആശ്രമങ്ങളില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമമാണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്.
ഏറ്റവും പ്രയാസകരമായിട്ടുള്ള, ഏറ്റവും ഉത്തരവാദിത്വം വർദ്ധിച്ചിട്ടുള്ളതായ, കൂടുതലായിട്ടുള്ളതായ ആശ്രമം എന്നത് ഗൃഹസ്ഥാശ്രമമാണ്. കാരണം ഗൃഹസ്ഥാശ്രമിക്കുള്ളതിന്റെ അത്രയും പ്രയാസം മറ്റൊരു ആശ്രമത്തിലൂടെ കടന്നു പോകുന്ന ജീവിത വഴികളിൽ നമുക്കില്ല. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണെന്നുള്ളത്. ആദ്യമായിട്ടുള്ളത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തില് ബ്രഹ്മചര്യ കാലഘട്ടം, ബ്രഹ്മചര്യം എന്നുള്ള പദത്തിനെ തന്നെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. നമ്മുടെ പല ഉദാത്തമായ സങ്കല്പങ്ങളെയും വാക്കുകളെയും ഒക്കെ അർത്ഥസത്ത മനസ്സിലാക്കാതെ വിനിയോഗിക്കുന്നതിന്റെ ഭവിഷ്യത്ത് നമുക്ക് സംഭവത്തിൽ കാണാൻ സാധിക്കും. ബ്രഹ്മചര്യം എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ബ്രഹ്മത്തിലേക്ക്, അറിവിലേക്കുള്ള ക്രമേണമുള്ള നടപ്പിനെയാണ്. അപ്പൊ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ്. ഈ ബ്രഹ്മചര്യത്തിന് വേണ്ടി പറഞ്ഞ വിദ്യാഭ്യാസ കാലഘട്ടം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ തുടക്കം വിദ്യാഭ്യാസ കാലഘട്ടത്തില് ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം അവന് സ്വന്തമായി വരുമാനമില്ല, അവന് ജീവിത മാർഗങ്ങൾ ഉണ്ടാവുകയില്ല. അവന്റെ ആ ബ്രഹ്മചര്യത്തിന് വേണ്ടി, അവന്റെ പഠനത്തിന് വേണ്ടിയിട്ട് അവനെ സഹായിക്കാനോ അവന്റെ പിന്നിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അവന്റെ അച്ഛനോ മറ്റായിരിക്കും. അപ്പൊ ആ ഗൃഹസ്ഥാശ്രമിയുടെ സഹായത്തിൽ മാത്രമേ ബ്രഹ്മചാരിക്ക് നിലനിൽപ്പുള്ളൂ. ഈ ബ്രഹ്മചാരിക്ക് ഗൃഹസ്ഥാശ്രമിയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ വരുന്ന വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വിദ്യാവസ്ഥയാണ്. മാതാപിതാക്കന്മാരെയൊക്കെ ശുശ്രൂഷിക്കുക, അവർക്ക് തനിയെ ജീവിക്കാൻ പറ്റാത്ത പ്രായം സാഹചര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥാശ്രമിക്കാണ്. അപ്പൊ ബ്രഹ്മചാരിയെ നിലനിർത്തുന്നതും വാനപ്രസ്ഥക്കാരനെ നിലനിർത്തുന്നതും അതുപോലെ തന്നെ സന്യാസിയെ നിലനിർത്തുന്നതും, സന്യാസം എന്ന് പറയുമ്പോൾ സമൂഹത്തിന് വേണ്ടി സമൂഹം ജനിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹമാണ്. അവർക്കും വേണ്ടതൊക്കെ കൊടുക്കുന്നത് ഗൃഹസ്ഥാശ്രമയാണ്. ആശ്രമങ്ങളിൽ ഏറ്റവും ചതുരാശ്രമങ്ങളില് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്നതായ 4 ആശ്രമങ്ങളില് ഏറ്റവും ഉദാത്തമായിട്ടും ശ്രേഷ്ഠമായിട്ടും നമ്മൾ അതുകൊണ്ട് കാണുന്നത് ഗൃഹസ്ഥാശ്രമത്തിനെയാണ്, ഗൃഹസ്ഥാശ്രമിയാണ്. ഗൃഹസ്ഥാശ്രമി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടേതായ കർത്തവ്യങ്ങൾ നിറവേറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായ സമയത്ത് സ്വാഭാവികമായിട്ടും അവന്റെ ജീവിതത്തിലേക്ക് ചില വഴിത്തിരിവുകൾ കടന്നു വരാം. ആ വഴിത്തിരിവുകളിലൂടെ അവൻ വ്യതിചലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ നിഷ്കർഷിച്ചതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ചിന്തിച്ചു നോക്കണം, നമ്മുടെ പൂർവികർ എത്രമാത്രം വ്യവസ്ഥാപിതമായിട്ടായിരുന്നു ഈ പ്രകൃതിയെ, ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, പ്രകൃതിയിൽ ജീവൻ വേണ്ടിയിട്ട് ഈശ്വരൻ സൃഷ്ടി നടത്തിയപ്പോൾ മനുഷ്യരൊഴികെയുള്ള സർവ്വചരാചരങ്ങൾക്ക് വ്യവസ്ഥാപിതമായി ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തപ്പോൾ മനുഷ്യന് മനനം ചെയ്യാനുള്ള ശേഷി കൊടുത്തു ഈശ്വരൻ. അങ്ങനെ മനനത്തിലൂടെ അവന് ചതുരാശ്രമങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഓരോ ആശ്രമത്തിലും അവൻ ബ്രഹ്മചാരിക്കും വാനപ്രസ്ഥിക്കും സന്യാസിക്കും സഹായകമായി നിലകൊണ്ടപ്പോൾ ആ ഗൃഹസ്ഥാശ്രമിക്ക് ഒരു ചിട്ട ഉണ്ടാക്കി കൊടുത്തു ഈശ്വരൻ. അതിനാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. ഈ പഞ്ചമഹായജ്ഞങ്ങളിലൂടെയാണ് ഗൃഹസ്ഥാശ്രമി ജീവിക്കേണ്ടത്. അതായത് നാം ഒക്കെ തന്നെ ദിവസേനയുള്ളതായ നമ്മുടെ ജീവിതത്തില് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ള സാഹചര്യമോ സമയമോ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഏകദേശമായിട്ട് ഞാൻ എന്താണ് ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ടതായി പഞ്ചമഹായജ്ഞങ്ങൾ എന്നതിലേക്ക് മാത്രം നമുക്ക് ചിന്താൻ സഞ്ചരിക്കാം. പഞ്ചയജ്ഞങ്ങൾ എന്ന് പറയുമ്പോൾ 5 എണ്ണമാണ്. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നരയജ്ഞം, ഭൂതയജ്ഞം. ഇതെല്ലാം മനുഷ്യന്റെയും ജീവിതത്തില് കടന്നു വരുന്നതായ കാര്യങ്ങളാണ്. മുമ്പ് ചതുരാശ്രമത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചമഹായജ്ഞങ്ങളെ സംബന്ധിച്ചും ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന ക്രിയകളെയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പകാലത്തെയാണ്. ആ കാലഘട്ടത്തിൽ നാം ആർജിക്കേണ്ടത് അറിവാണ്. ഈ അറിവ് നമ്മൾ ആർജിക്കുമ്പോൾ
ബ്രഹ്മയജ്ഞം എന്ന് പറയുന്ന ക്രിയയിലൂടെ യജ്ഞം എന്ന് പറയുമ്പോൾ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് യജ്ഞം എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അത് ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരനെ സാക്ഷിയാക്കിയിട്ട് ഈശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതായ പ്രവർത്തനങ്ങളെ നമ്മൾ യജ്ഞങ്ങൾ എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ 7 ദിവസം ഇപ്പോൾ സപ്താഹ യജ്ഞം നടത്തി. ഈ യജ്ഞം എന്ന് പറയുന്നത് ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മമാണ്. ഈശ്വരനെ സാക്ഷിയാക്കിക്കൊണ്ട് നാം ചെയ്യുന്നതായ കർമ്മങ്ങളെ നമ്മൾ യജ്ഞം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സപ്താഹ യജ്ഞം എന്ന് പറയുന്നത്. 7 ദിവസം ഭാഗവതം വായിക്കാൻ തന്നെ നമ്മൾ പറയുന്നത് സപ്താഹ യജ്ഞം എന്നാണ് പറയുന്നത്. അതിലെല്ലാം നമ്മുടെ സമർപ്പണത്തിൻ്റെതായ കാര്യങ്ങളാണ് യജ്ഞത്തിലൂടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള യജ്ഞങ്ങളാണ് ജീവിതങ്ങൾ എന്ന് പറയുന്ന അർത്ഥം. പഞ്ചമഹായജ്ഞങ്ങളിലൂടെ നാം കടന്നു പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യാവസാനമുള്ള ജനനം മുതൽ മരണം വരെയുള്ളതായ കാലഘട്ടങ്ങളിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈശ്വരാഭിമുഖമായിരിക്കണം, ഈശ്വരാർപ്പണമായിരിക്കണം, ഈശ്വരനെ സാക്ഷിയാക്കിയായിരിക്കണം. ഈശ്വരനെ സാക്ഷിയാക്കി ചെയ്ത പ്രവൃത്തികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിലൊരിക്കലും തെറ്റായ വഴിയെ സഞ്ചരിക്കാൻ കഴിയില്ല. സർവ്വത്തിലും ഈശ്വരനെ സാക്ഷിയാക്കി ചെയ്യാൻ മനസ്സ് കൈവരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വഴി തെറ്റിപ്പോവാൻ സാധ്യമല്ല. ശരിയായ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതായ ഈ പഞ്ചമഹായജ്ഞങ്ങൾ ഒന്നാമത്തേതാണ് ബ്രഹ്മയജ്ഞം, അറിവിനെ സമ്പാദിക്കുക. ഈ അറിവിനെ സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റു ജീവജാലങ്ങളെയും മറ്റു പ്രകൃതിയെയും ഒക്കെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവാണ് അറിവിലൂടെ ഉണ്ടാവേണ്ടത്. അറിവ് തന്നെ ശരിയായ രീതിയിലുള്ള അറിവ്, ജ്ഞാനം, അതിനെ ശരീരത്തിനായി വിവേചിച്ചറിയാനുള്ള കഴിവാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ. അതാണ് ബ്രഹ്മയജ്ഞം. രണ്ടാമത്തേതാണ് ദേവയജ്ഞമാണ്. അപ്പൊ ബ്രഹ്മയജ്ഞത്തിലൂടെ നാം നേടിയെടുത്തതായ അറിവ്, ബ്രഹ്മയജ്ഞത്തിലൂടെ നാം നേടിയെടുത്തതായ അറിവിനെ ഈശ്വരാഭിമുഖമായി വളർത്തിക്കൊണ്ടുവരിക. അതാണ് ദേവയജ്ഞം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. നമ്മുടെ ഭാരതത്തിൽ നമ്മൾ എവിടെ സഞ്ചരിച്ചാലും നമുക്ക് ക്ഷേത്രങ്ങളെല്ലാം ഇല്ലാത്ത ഒരു പ്രദേശമില്ല. കുറേയൊക്കെ ടച്ച് തകർപ്പെട്ട ഒരു പക്ഷേ പോയിട്ടുണ്ടാവാം. എങ്കിലും ക്ഷേത്രമില്ലാത്തതായ ഒരു ഗ്രാമം പോലും നമുക്ക് ഭാരതത്തിൽ എങ്ങും കാണാൻ സാധ്യമല്ല. എന്തിനു വേണ്ടിയാണ് എല്ലാ ഗ്രാമാന്തരങ്ങളിൽ ക്ഷേത്രങ്ങൾ സൃഷ്ടിച്ചിരുന്നത് നമ്മുടെ പൂർവികന്മാര്? ക്ഷേത്രത്തിന്റെ അർത്ഥം തന്നെ ക്ഷേത്രത്തിൽ നിന്നും ത്രാണം ചെയ്യപ്പെടുന്നത്. ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകുന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. അപ്പൊ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകുന്നതായ ക്ഷേത്രങ്ങളെ ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ പൂർവികന്മാർ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നതിനർത്ഥം ഓരോ ഗ്രാമത്തെയും സംരക്ഷിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഒരു ക്ഷേത്രം ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഉദ്ദേശം തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ആ ഗ്രാമത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളതായ ആ ക്ഷേത്രാഭിമുഖമായ അവിടെ ഉള്ളതായ വിഗ്രഹം, വിശേഷേണ ഗ്രഹിക്കപ്പെട്ടതായ വിഗ്രഹം ക്ഷേത്രത്തിലുണ്ട്. ആ വിഗ്രഹത്തിലൂടെ ഈശ്വരനെ ദർശിച്ചുകൊണ്ട് കഴിയുന്നതായ ഒരു സമൂഹത്തെ ഓരോ ഗ്രാമങ്ങളിലും സൃഷ്ടിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് ദേവയജ്ഞം എന്ന രണ്ടാമത്തെ ക്രിയയിലൂടെ കുറിയിൽ കാണിച്ചത്. പിന്നെ മൂന്നാമത്തെ പിതൃയജ്ഞമാണ്. പിതൃയജ്ഞം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മളൊക്കെ പിതൃക്കൾക്ക് പൂജ ചെയ്യുന്നവരാണ് ആയിരിക്കാം. ആ പിതൃപൂജയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിന് അടിസ്ഥാനപരമായി നമ്മൾ പഞ്ചമഹായജ്ഞത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെയാണ്. അമ്മയാണ് നമുക്കെല്ലാം തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മളെ 10 മാസം വയറ്റിച്ചു വന്ന് നമ്മുടെ മലമൂത്രാദികളിൽ അഭിഷേകം ചെയ്യപ്പെട്ട് നമ്മളെ കാട്ടിക്കൂട്ടി എല്ലാ വികൃതികളെയും സഹിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന അമ്മയെ നമ്മൾ ഈശ്വര തുല്യമായി കാണുന്നു. അതുകൊണ്ടാണ് നമ്മള് മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യൻ, നമുക്ക് അറിവ് വരുന്ന ആചാര്യനെ ദേവനായി കാണുന്നു, ആതിഥ്യ ദേവനായി കാണുന്നു. വീട്ടിൽ വരുന്ന അതിഥ്യ ദേവനായി കണ്ട ആരാധിക്കുന്നു. അപ്പൊ എത്ര ഉദാത്തമായ സംസ്കാരമാണ് നമ്മളിലേക്ക് തന്നു വിട്ടിട്ടുള്ളത്. അപ്പൊ അമ്മയെയും സാധാരണ നമ്മള് ദേവയജ്ഞത്തിലൂടെ ഈശ്വരനെയും ക്ഷേത്രത്തെയും മനസ്സിലാക്കി കഴിഞ്ഞാല്
അതിൽ നിന്ന് ഒരുപടി കൂടി ഉയർന്നുകൊണ്ട് നമ്മളിലേക്ക് പിന്നീട് വരുന്നത് പിതൃവചനമാണ്. നമ്മുടെ മുമ്പിലുള്ളതായ അച്ഛനും അമ്മയും ഗുരുവും ഒക്കെ ഈശ്വരനേക്കാൾ ഉപരിയോ ഉള്ളവരാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഒരു അമ്മയ്ക്കും നമ്മളോട് കടമില്ല, കടമ മാത്രമേ ഉള്ളൂ. അമ്മമാർ കടമയാണ് വഹിക്കുന്നത്. അമ്മമാർക്ക് നമുക്കുള്ളതാണ് കടപ്പാട്. തിരിച്ച് അമ്മ നമുക്കുള്ള കടമയാണ് വഹിക്കുന്നത്. അതുകൊണ്ട് അമ്മയെ നമ്മൾ ഈശ്വര തുല്യമായി കാണുന്നു. അമ്മയെയും അച്ഛനെയും ഗുരുവിനെയും അതിഥിയെയും മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ എന്നുള്ളതായ സങ്കല്പം നമ്മള് പിതൃയജ്ഞത്തിലൂടെ സമൂഹത്തിലേക്ക് കൊടുത്തു. അതിനുവേണ്ടി പറയുന്നു, പിതൃവിന് നമ്മള് പൂജ ചെയ്യണം. പിതൃവിന് പൂജ ചെയ്യാത്തവന് അവനെ കടമ നിറവേറ്റാത്തവനാണ്. 7 തലമുറ വരെയുള്ളതായ പിതൃക്കളെ മനസ്സ് സ്മരിച്ചുകൊണ്ട് നാം പിതൃവിനെ തർപ്പണം ചെയ്യണം, പിതൃവിനെ ബലി ചെയ്യണം, പിതൃവിനെ സ്മരിക്കണം. അതാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഈ പിതൃയജ്ഞത്തിലൂടെ നമ്മളെ പഞ്ചമഹായജ്ഞത്തിലൂടെ ഋഷിശർമ്മ നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ എടുത്തത് നരയജ്ഞമാണ്, അല്ലെ മനുഷ്യയജ്ഞമാണ്. നരയജ്ഞം എന്ന് പറഞ്ഞാല് നമ്മുടെ സമൂഹത്തോട് നമുക്കുള്ളതായ കടപ്പാണ്. ഒരാൾ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാല് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ സേവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഇതിനെയാണ് നമ്മള് മനുഷ്യയജ്ഞം അല്ലെങ്കിൽ നരയജ്ഞം എന്ന് പഞ്ചമഹായജ്ഞങ്ങളില് 4-മതായി സൂചിപ്പിക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ എത്രമാത്രം ഉദാത്തമാണെന്ന്. നാം ചെയ്യുന്നതായ എല്ലാ കർമ്മങ്ങളെയും യജ്ഞം എന്നുള്ള പദത്തിലാണ് നമ്മുടെ പുതിയ നമ്മൾ ഉപയോഗിച്ചത്. യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരാഭിമുഖമായി അർപ്പണമായി ചെയ്യുന്നതിനെയാണ് എന്ന് ഞാൻ അതിനെ സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ ചെയ്യുന്നതായ ജീവിതത്തിലെ ചെയ്യേണ്ടതായ ഓരോ കാര്യങ്ങളും ഗൃഹസ്ഥനെ ഓർമ്മിപ്പിച്ചു. അത് ബ്രഹ്മയജ്ഞമെന്നും ദേവയജ്ഞമെന്നും പിതൃയജ്ഞമെന്നും മനുഷ്യയജ്ഞമെന്നും പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനമായി 5-മത്തെ യജ്ഞമായിട്ട് അവനെ ഓർമ്മിപ്പിച്ചത് ഭൂതയജ്ഞം എന്നാണ്. ഭൂതയജ്ഞം പഞ്ചമഹായജ്ഞങ്ങളിൽ 5-മത്തെ ഘടകമായ ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ സർവ ചരാചരങ്ങളും പ്രകൃതിയുമാണ്. നമ്മുടെയും കണ്ണുകളിൽ കാണുന്നതെല്ലാം തന്നെ നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് വിളിക്കുന്നതിൽ ഒന്നാണ്. പ്രകൃതിയിൽ കാണുന്ന സർവ്വതിനെയും സംരക്ഷിക്കുക, പ്രകൃതിയോട് ഒത്തുനിന്നുകൊണ്ട് ജീവിക്കുക, പ്രകൃതിക്ക് വേണ്ടി ജീവിക്കുക, ഇതൊക്കെയാണ് ഭൂതയജ്ഞം എന്ന് അർത്ഥമാക്കുന്നത്. അപ്പൊ നാം അത് ചിന്തിച്ചു നോക്കണം. ഇന്ന് നാം നേരിടുന്നതായ നമ്മുടെ കണ്ണുകളിൽ കാണുന്നതായ എല്ലാ തരത്തിലുള്ള അബദ്ധസഞ്ചാരങ്ങളുടെയും എല്ലാ ദുഷ്പ്രവർത്തികളുടെയും എല്ലാം തന്നെ മൂലകാരണം എവിടെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരികയാണ് ഇതിലൂടെ. എന്താണ്? പഞ്ചമഹായജ്ഞങ്ങളെയും നമ്മുടെ ആശ്രമധർമ്മങ്ങളെയും നാം വിസ്മരിച്ചു എന്നുള്ളതാണ്. പഞ്ചമഹായജ്ഞത്തിൽ ആശ്രമധർമ്മം അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥാശ്രമി അവന്റെ മകന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അവന്റെ അച്ഛനമ്മമാരുടെ കാര്യം ശ്രദ്ധിക്കും, അവന്റെ മുത്തച്ഛന്റെ കാര്യം ശ്രദ്ധിക്കും. അവനെ പഠിപ്പിക്കണ്ട. അതിനാണ് പുതിയ പറഞ്ഞത്, ആശ്രമധർമ്മം അനുഷ്ഠിക്കണം മനുഷ്യനായാൽ. എടുത്തു പറഞ്ഞു. കാരണം എന്താ? അതായത് ശ്രദ്ധിക്കാതെ പോകുന്ന മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മറ്റു ജീവജാലങ്ങള് ഒരു പക്ഷിയെ മുട്ടയിട്ട് അതിന്റെ കുഞ്ഞിനെ അടയിരുത്തി വിരിയിച്ച് അതിനെ മറ്റ് ഉപദ്രവമൊന്നും ഉണ്ടാകാൻ സംരക്ഷിച്ച് വളർത്തി പരിപാലിച്ച് അതിനെ തന്നെ പോലെയാക്കി വിടാൻ ഒരു പക്ഷിയെയും ആരും പഠിപ്പിക്കുന്നില്ല. തന്റെ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തണമെന്ന് പട്ടിയെയോ പൂച്ചയെയോ പശുവിനെയോ ആരും പഠിപ്പിക്കേണ്ട. അതിന് ഉത്തരവാദിത്തോടെ അത് ചെയ്യും. അപ്പൊ ഈ കടമകൾ എപ്പോഴും മറക്കുന്നത് മനുഷ്യനാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യന് ഈശ്വരൻ വിധികൾ കൽപ്പിച്ചത്, ആശ്രമങ്ങൾ കൽപ്പിച്ചത്. അങ്ങനെ ചതുരാശ്രമങ്ങൾ കൽപ്പിച്ചു. ആ ചതുരാശ്രമങ്ങളിലൂടെ വളർന്നു വന്നതായ മനുഷ്യനെ പഞ്ചമഹായജ്ഞങ്ങളിലൂടെ അവന്റെ വ്യക്തി അവരെങ്ങനെ ആയിരിക്കണം നമ്മൾ ഓർത്തു നോക്കി. ഒരു പക്ഷെങ്കിൽ ബ്രഹ്മയജ്ഞമോ അല്ലെങ്കിൽ മനുഷ്യയജ്ഞമോ ഒക്കെ പിതൃയജ്ഞമോ ഒക്കെ അനുഷ്ഠിക്കുന്ന ഒരു ആളിന് അവന്റെ അച്ഛനെയും അമ്മയെയും കൊണ്ട് അനാഥാലയത്തിൽ തള്ളാൻ പോകുമോ? അവന്റെ അച്ഛനെയും അമ്മയെ സംരക്ഷിക്കാതിരിക്കാനായിട്ട് തോന്നുമോ? അവന്റെ മക്കളെ പഠിപ്പിക്കാതിരിക്കാനായിട്ട് തോന്നുമോ? അവന്റെ ഭാര്യയെ സംരക്ഷിക്കാതിരിക്കാനായിട്ട് തോന്നുമോ? ഒരിക്കലും തോന്നുകയില്ല. പക്ഷെ ഈ തോന്നലുകള് സമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ തെറ്റായ കാര്യം പത്രങ്ങൾ എടുത്താലും വാർത്താ മാധ്യമങ്ങൾ എടുത്താലും ഒക്കെ തന്നെ
ഒരിക്കലും കേൾക്കാൻ നാം ഇഷ്ടപ്പെടാത്തതായ തെറ്റായ കാര്യങ്ങൾ കൂടുതലായി കേൾക്കേണ്ടി വരുന്നത് ഈ പഞ്ചമഹായജ്ഞങ്ങളിൽ നിന്നുള്ളതായ വഴിവിട്ടുള്ള സഞ്ചാരമാണ്. ഇതിന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒക്കെ തന്നെ നടത്തുന്ന ഈ ചടങ്ങുകളിലൊക്കെ തന്നെ ഓരോ ചടങ്ങുകളിലും നമ്മൾ യജ്ഞഭാഗത്തില് യജ്ഞമാണ് നാം ചെയ്യുന്നത്. പൊങ്കാല അർപ്പിക്കാതെ പൊങ്കാല യജ്ഞമാണ്. ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരാഭിമുഖമായി നമ്മൾ ദേവിയുടെ മുന്നിൽ ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതായ ഉത്കർഷമാണ്. മനസ്സിന്റെ ഉത്കർഷമാണ് ഒരാളെ സമ്പൂർണ്ണ വ്യക്തിത്വമുള്ളവയാക്കുന്നത്. നമ്മൾ നല്ല വ്യക്തികളായി തീരണമെങ്കിൽ, നല്ല കാഴ്ചപ്പാടുള്ളവരായി മാറണമെങ്കിൽ, സമൂഹത്തിലെ മറ്റുള്ള ദുരിതങ്ങൾ എന്തെങ്കിലും ദുരിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഭാവത്തില് യജ്ഞഭാവം കടന്നു വരണം. ആ യജ്ഞഭാവം സൃഷ്ടിക്കലാണ് നമ്മൾ നടത്തുന്നതായ ഈ ചടങ്ങുകളുടെ ഒക്കെ തന്നെ ഉദ്ദേശ്യം. അപ്പൊ ഈ ഉദ്ദേശത്തെ അറിഞ്ഞുകൊണ്ട് പെരുമാറാനും ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ടൊരു ചടങ്ങിൽ പങ്കെടുക്കാനും കഴിയുമ്പോഴാണ് ആ ചടങ്ങുകൾ യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. പൂർണ്ണത എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാവതായ പൂർണ്ണമേവാവശിഷ്യതേ. എല്ലാം പൂർണ്ണമാകണം, എല്ലാത്തിലും പൂർണ്ണതയെ ദർശിക്കണം. ഈ പൂർണ്ണത എവിടെ നിന്നാണ് ദർശിക്കേണ്ടത്? പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും യഥാർത്ഥ പൂർണ്ണമായ ഒന്ന് നിലനിൽക്കുകയും ചെയ്യും. നമുക്ക് അഗ്നിയുടെ ഏറ്റവും ഉദാഹരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അഗ്നിയിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ആദരണീയനായ തിരുമേനി പൊങ്കാലയുടെ ചേർപ്പിച്ചു. ആ ദീപം എന്റെ കയ്യിലേക്ക് തന്നു, ഞാനതൊരു അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇവിടെ എല്ലാം തന്നെ ദീപം തെളിഞ്ഞു. അതിവിടെ മുഴുവൻ ജ്യോതിസ് പരന്ന സമയത്ത് നമ്മൾ ആദ്യം കത്തിച്ചതായ ദീപത്തിന് യാതൊരു ക്ഷയവുമില്ലാതെ അത് പൂർവാധികം ശക്തിയായി ആദ്യമേ തന്നെ ഭംഗിയായി കത്തിക്കണം. അതാണ് അതിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് എത്ര പതിനായിരക്കണക്കിന് ദീപങ്ങൾ പകർന്നാലും ദീപത്തിന് അഗ്നിക്ക് ക്ഷയം സംഭവിക്കുന്നില്ല. അതാണ് ഈശ്വരൻ. ഈശ്വരനിൽ നിന്ന് എത്രമാത്രം ഈശ്വരനെ നമ്മൾ അതാണ് പൂർണ്ണമായിട്ടുള്ള ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള നിന്ന് എടുത്താൽ അതിൽ പൂർണ്ണം അവശേഷിക്കുന്ന അതാണ് നമ്മുടെ മന്ത്രം. ആ മന്ത്രമാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിശിഷ്ടമായ ചടങ്ങിലെ പങ്കെടുത്തുകൊണ്ട് പറയുമ്പോൾ നാം ചെയ്യുന്നതായ ഈശ്വരാർപ്പണമായി ചെയ്യുന്നതായ ഈ യജ്ഞത്തിനെ നമ്മുടെ ജീവിത ഗന്ധിയാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇതിലെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചമഹായജ്ഞമെന്ന് ഞാൻ സൂചിപ്പിച്ചതായ കാര്യങ്ങൾ ഈ പഞ്ചമഹായജ്ഞത്തിലെ അടിയുറച്ചതായ ഒരു ജീവിത വ്യവസ്ഥ നമുക്കുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തില്. അതിനെ വീണ്ടും ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും നമ്മുടെ മനസ്സിലേക്ക് അതിനെ വീണ്ടും തിരികെ കൊണ്ടുവരുവാനും നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബങ്ങൾക്കും ഓരോ സമൂഹത്തിനും കഴിയുമ്പോൾ യാതൊരു സംശയമില്ല നമ്മുടെ സമൂഹം കൃതയുഗത്തിലേക്ക് തിരികെ പോകും. നമ്മളെ പരിഹസിച്ചുകൊണ്ട് പോലെ പറയാറുണ്ട്, കാളവണ്ടി യുഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാന്നൊക്കെ പറയും. എന്താണ് കൃതയുഗം എന്ന് പറഞ്ഞാല്? സത്യം മാത്രം നിലനിന്നിരുന്നതായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൃതയുഗം എന്ന് പറയുന്നത്. അവിടെ അസത്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. ഹൃദയത്തെ ലോപിച്ചുകൊണ്ടാണ് വീട് ത്രേതായുഗം ഉണ്ടായത്. ഹൃദയത്തിന് കുറേക്കൂടി ലോകം സംഭവിച്ചപ്പോഴാണ് ദ്വാരയുഗം ഉണ്ടായത്. ദ്വാരയുഗത്തിൽ നിന്ന് നമ്മൾ കലിയുഗത്തിലേക്ക് വരുമ്പോൾ ഈശ്വരൻ തന്നെ പറഞ്ഞു, കലിയുഗത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈശ്വര ഭജനം മാത്രമേ ഉള്ളൂ. കലിയുഗത്തിൻ്റെതായ കലിദോഷങ്ങളിൽ നമുക്ക് മുക്തി നേടാൻ കഴിയണമെങ്കിൽ ഈശ്വര പൂജ മാത്രം, ഈശ്വര ഭജനം, ഭക്തി കൊണ്ട് മാത്രമേ കലിയുഗത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ ശിഷ്യന്മാരെ പൂർവികര്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം എന്ന് നമ്മളെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. ആ നാമജപം എത്ര ആവർത്തി ജപിക്കുമ്പോഴും നമുക്കൊക്കെ തന്നെ നമുക്ക് കാട്ടാളനായ രത്നാകരൻ വാൽമീകി മഹർഷിയായി മാറിയെങ്കില് വെറും കൊച്ചുകുട്ടിക്കാരൻ ധ്രുവ നക്ഷത്രമായി മാറാൻ കഴിഞ്ഞുവെങ്കിൽ അതൊക്കെ ഈശ്വരനാമത്തിന്റെ മഹത്വമാണ്. അപ്പൊ ആ ഈശ്വരനാമത്തെ അടിയുറച്ച് പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗമെന്നുള്ളതിനെ തന്നെ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കാനും ഒക്കെ കഴിഞ്ഞാല് നമ്മുടെ ജീവിതം ധന്യമാകും. വളരെ സമ്പൽ സമൃദ്ധമായ സാമൂഹിക മര്യാദകൾ അനുഷ്ഠിക്കുന്നതായ ധർമാധിഷ്ഠിതമായ ഒരു സമൂഹ രചന നടത്താൻ നമുക്ക് ഈ കർമ്മങ്ങളെയൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയും. സപ്താഹയജ്ഞത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഭാഗവതം നമുക്ക് ഉപദേശിച്ചു തരുന്നതായ വിശിഷ്ടമായ കാര്യങ്ങള് ഞാനത് പറയുമ്പോൾ കുറ്റം പറയുകയാണെന്നാലും ധരിക്കരുത്. നമുക്കത് നമ്മൾ സപ്താഹയജ്ഞം നടത്തുമ്പോൾ സപ്താഹയജ്ഞത്തിൽ ഭാഗവതത്തിന് ഏറ്റവും വിശിഷ്ടമായ ഭാഗം എന്ന് പറയുന്നത്
12 സ്കന്ധങ്ങളടങ്ങിയ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധമാണ്. ഭഗവാന്റെ നവയോഗികളോടുള്ളതിന് ശേഷമുള്ള ഉദ്ധവരോടുള്ളതായ 21 ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഭഗവാൻ കൊടുക്കുന്നതായ ധർമ്മ ഉപദേശമാണ് ഭാഗവതത്തിന്റെ അടിസ്ഥാന തത്വം. നമുക്കറിയാം, നമ്മളെ ഇവിടത്തേക്ക് അറിയില്ല, ഞാൻ വരാൻ സാധിച്ചിരുന്ന ദിവസം പോലും, എങ്കിൽ പോലും നടക്കുന്ന മറ്റ് പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാല് അതിലെ ഭാഗവതത്തിലെ പ്രസക്തമല്ലാത്തതായ ഭാഗങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതായ ഏകാദശ സ്കന്ധം അടങ്ങുന്നതായ അവസാന ഭാഗത്ത് ഉദയാന സന്ധ്യയ്ക്ക് ശേഷം വരുന്നതായ ഏകാദശ സ്കന്ധം പാരായണം ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല. പാരായണക്കാരും തള്ളിവിടും. 21 ചോദ്യോത്തരം വായിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഏകാദശ സ്കന്ധത്തിന് പ്രാധാന്യം സപ്താഹത്തിൽ കൊടുക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ഈ അനുഷ്ഠിക്കപ്പെടുന്നതായ യജ്ഞത്തെ നമ്മുടെ കർമ്മത്തെ നാം അറിഞ്ഞുകൊണ്ട് പെരുമാറുന്നതാണ് യഥാർത്ഥമായ യജ്ഞം. ഈ പൂർണ്ണമായ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ അമ്മയുടെ മുന്നില് നാം സമർപ്പിക്കുന്നതായി പൊങ്കാല നാം മനസ്സിലെന്ത് ആഗ്രഹിച്ചുവോ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം തീർച്ചയായും നമ്മുടെ ജഗദംബിക അമ്മ നമുക്ക് നടത്തിത്തരും. കാരണം അമ്മ നമ്മുടെ അമ്മയാണ്. അമ്മയ്ക്ക് ഒരിക്കലും മക്കളുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ എത്ര വഷളന്മാരായ മക്കളാണെങ്കിൽ പോലും അവര് 2 3 പ്രാവശ്യം ഒരു അമ്മയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അമ്മയ്ക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ അമ്മയുടെ മനസ്സ് അനുവദിക്കില്ല. അതാണ് അമ്മയുടെ മനസ്സ്. അത്രമാത്രം അതാണ് മാതൃനിർവിശേഷമായ പ്രത്യേകതകൾ. അപ്പോൾ ആ അമ്മയോട് നമ്മുടെ ജഗദംബികയായ അമ്മയുടെ മുന്നിൽ നമ്മുടെ പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്നതായ ഈ സമർപ്പണങ്ങള് തീർച്ചയായും നമുക്ക് അതിൻ്റെതായ ഫലം കിട്ടും. നമ്മൾ എത്രമാത്രം അതിലേക്ക് ആത്മസമർപ്പണം നടത്തിയിട്ടുണ്ടോ, ആത്മസമർപ്പണമായിരിക്കും നമുക്ക് ലഭിക്കുന്ന പുണ്യത്തിന്റെ ഫലം. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയണമെന്ന് മാത്രം ജഗദംബികയുടെ പാദങ്ങളില് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി തന്ന എന്റെ ഭാരവാഹികളോടുള്ള എന്റെ അഗൈതവുമായ നന്ദി അമ്മയുടെ നാമത്തില്, വിദ്യായമ്മയുടെ നാമത്തില്, കല്ലുപ്പാറയമ്മയുടെ നാമത്തില് സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഈ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.